ട്രംപ് ഇന്ത്യക്കുമേൽ തീരുവ ചുമത്തിയ ശേഷം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ചോദിച്ചത് ഇന്ത്യ സാമ്പത്തികമായി വലിയ തകർച്ചയിലേക്ക് പോകും, ഇത് നരേന്ദ്രമോദിയുടെ വീഴ്ചയാണ്, നരേന്ദ്രമോദിയുടെ കഴിവില്ലായ്മയാണെന്ന് നിരന്തരം വിമർശിച്ചവർ ഇപ്പോൾ ഈ കരാറിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഒരു നിർണായകമായ ഒരു കരാർ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. ഇത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യക്ക് ഉണർവ് നൽകുന്ന ഒരു കരാറാണ്. പക്ഷെ ഈ എതിർത്ത് പറഞ്ഞവരെ ഒന്നും ഈ സമയം കാണാനില്ല. തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിലും അവരെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറച്ചാൾ മുമ്പ് പറഞ്ഞത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഡെഡ് എക്കോണമി എന്നാണ് പറഞ്ഞത്. അതായത് ട്രംപ് പറഞ്ഞതിനെ ഏറ്റുപിടിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ചത്ത് മലച്ചുപോയി, രക്ഷയില്ല, രാജ്യം തകർച്ചയിലേക്കാണ് എന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും കുറച്ചാൾ മുമ്പ് വിലപിച്ചത്. ഇന്നലെ ഇന്നുമായി രാജ്യത്ത് നടന്ന വലിയ സംഭവങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല, വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമായിരിക്കും. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് അതെങ്ങനെ രാജ്യത്തിന് വിരുദ്ധമായി പ്രതികരിക്കാമെന്നൊരു ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചവർ രംഗത്ത് വരും. പക്ഷെ അതൊന്നും വിഷയമല്ല. കാരണം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന ഓരോ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ബന്ധവും നിലപാടുകളും രാജ്യത്തിന് പൊതുവെ ഗുണകരമാവണം, രാജ്യത്ത് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നതാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയാണ് നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അദ്ദേഹം വിവിധ രാജ്യങ്ങളുണ്ടാക്കിയ കരാറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇൻട്രസ്റ്റിന് ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള കാര്യത്തിനാണ് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മേൽ അമേരിക്ക ചുമത്തിയ തീരുവയാണ്. പിന്നെ 100% എന്ന് പറഞ്ഞു 50% ആക്കി, ഇപ്പോൾ 25% നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രാജ്യമായിട്ടുള്ള നമ്മുടെ ട്രേഡ് ഒരു ചെറിയൊരു മന്ദതയിലാണ്. കാരണം കയറ്റുമതി അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഇല്ല, ചില വസ്തുക്കളിലൊക്കെ നമ്മളെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ട്രംപ് ആഗ്രഹിച്ചത് ഇന്ത്യ പോയി അയാളുടെ കാല് പിടിക്കണം, പുള്ളി പറയുന്നതെല്ലാം അംഗീകരിക്കണം, അവിടുന്ന് കടല വാങ്ങിക്കരുത്, ഇപ്പുറത്ത് കപ്പലണ്ടി വാങ്ങിക്കരുത്, പിന്നെ അങ്ങോട്ട് നോക്കരുത്, ഇടത്തോട്ട് നോക്കരുത് എന്നൊക്കെയുള്ള 100 നിർദ്ദേശങ്ങളാണ് ട്രംപ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് തരാം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് സംബന്ധിച്ചിട്ടാണ് പുള്ളി പ്രധാനമായിട്ടും തർക്കം പറഞ്ഞത്. അത് പ്രധാനമന്ത്രി വളരെ മുമ്പ് തന്നെ പറഞ്ഞത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ആര് വില കുറച്ച് വരുമോ നമ്മൾ അവിടുന്ന് വാങ്ങും. അത് തർക്കമില്ലാത്ത കേസാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പണം എന്ന് പറയുന്നത് ദൂർത്തടിക്കാനുള്ളതല്ല. അപ്പോൾ നമുക്ക് 10 രൂപ എവിടെയാണോ കുറഞ്ഞു കിട്ടുന്നത് ആ സാധനം നമ്മൾ വാങ്ങും എന്നൊരു നിലപാടാണ് മോദി സ്വീകരിച്ചത്. അങ്ങനെയാണ് റഷ്യയിൽ നിന്നും ഓയിൽ പർച്ചേസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം നിരന്തരമായി ഇപ്പോൾ ഈ ട്രംപിൻ്റെ ശല്യം കാരണം നമ്മൾ അതിൻ്റെ ഒരു അളവ് ഇച്ചിരി കുറച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന എണ്ണയുടെ അളവ് ലേശം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സംതൃപ്തനായിട്ടാണ് 50% നിന്ന് 20% താരിഫായിട്ട് താഴ്ത്തിയത്. പക്ഷേ അപ്പോഴും നമ്മുടെ അമേരിക്കയുടെ ട്രേഡ് ഇപ്പോഴും സാധാരണയിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല അവരുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഇതുവരെ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രതിസന്ധിക്കിടയിലാണ് യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വരുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യ ഈ FTA ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടക്കുക. ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ടോളുകളില്ലാത്ത ഹൈവേ പോലെയാണ്. കാരണം യഥേഷ്ടം നമുക്ക് അവിടെയും കച്ചവടം നടത്താം, അവർക്ക് ഇവിടെയും കൊണ്ട് കച്ചവടം നടത്താം, ഇടയ്ക്ക് ബാധ്യതയുള്ള തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വില കുറഞ്ഞ് ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ വളരെ ഭംഗിയായിട്ട് വളരുകയും ചെയ്യും. അതാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ 27 രാജ്യങ്ങളുടെ ഒരു കോൺഗ്ലോമറേറ്റാണ്. അപ്പോൾ 27 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റാണ് ഉർസുല വാൻ ഡർ ലെയൻ എന്ന് പറയുന്നത്. അവരും അതിൻ്റെ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ഡി കോസ്റ്റയാണ് ഇന്നലെ നമ്മുടെ റിപ്പബ്ലിക്കൻ പരേഡിൽ മുഖ്യാതിഥിയായിരുന്നത്. അവരിന്നലെ അത് മുഴുവൻ പങ്കെടുത്തു, കണ്ടു, മറ്റു പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തു. ഇന്ന് ട്രേഡ് ചർച്ചകൾ നടന്നു, ട്രേഡ് അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു. അപ്പോൾ ഈ ഉർസുല തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യയെ പോലെ ഈ സാമ്പത്തികമായിട്ട് ഇത്രയും ശക്തമായി നിൽക്കുന്ന ഒരു രാജ്യവുമായിട്ട് നമുക്കൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. കാരണം
രണ്ടിടത്തെയും, അതായത് യൂറോപ്യൻ യൂണിയന്റെയും ഇന്ത്യയിലെ ജനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 200 കോടി ജനങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 200 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ 25, അതായത് ലോക GDP-യുടെ 25% ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ കരാറിൽ കൂടി ചേരുന്നതോടുകൂടി വരികയാണ്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ 27 രാജ്യങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. നമ്മൾ യൂറോപ്പിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ വലിയ മാർക്കറ്റും കൂടിയായിരുന്നു യൂറോപ്പ്. പലപ്പോഴും നേരത്തെ ഈ തീരുവയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തോതിൽ എന്താണ് ഈ എക്സ്പോർട്ട് നടന്നില്ലായിരുന്നു. ഈ കരാർ ഒപ്പുവെച്ചോടുകൂടി സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള കയറ്റുമതി ഭാരതത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മാത്രമല്ല, നമ്മുടെ കാർ മാർക്കറ്റ്, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കാറുകൾക്ക് നിലവിൽ നമുക്ക് 110% നികുതി ഭാരതം ചുമത്തുന്നു. ഈ ട്രേഡ് അഗ്രിമെന്റോട് കൂടി അത് 40% കുറയും. ഉദാഹരണത്തിന് പോർഷെ, BMW മുതലായ യൂറോപ്യൻ കാറുകളുടെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിക്കും. മറ്റൊന്ന്, യന്ത്രഭാഗങ്ങൾ, വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, അതായത് ഇൻഡസ്ട്രിയിലും അല്ലാതെ ഉപയോഗിക്കുന്ന വിവിധ യന്ത്രഭാഗങ്ങൾ ഇറക്കുമതി ചെയ്താൽ അതിലും ഈ പറഞ്ഞതുപോലെ ടാക്സ് കുറയും. നിലവിൽ 44%. അതിന്റെ പകുതിയായി കുറയാനുള്ള സാധ്യതയാണ് ഇതിൽ കൂടി കാണുന്നത്. ഈ വായി തോന്നി വിളിച്ചു പറയുന്ന ഒരു നേതാവാണ് ട്രംപ്. ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയുമായും നല്ല ബന്ധത്തിലല്ല, യൂറോപ്യൻ യൂണിയനുമായും നല്ല ബന്ധത്തിലല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കരാറിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കും? അദ്ദേഹം ഇതിനെതിരെ എന്തെങ്കിലും നീക്കം നടത്താനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ റിഫ്ലക്ഷൻ 2 ദിവസം മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞു. കാരണം വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഈ ഉർസുല പങ്കെടുത്തിരുന്നു. അന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അന്ന് അവിടെ പങ്കെടുത്തത് അശ്വിനി വൈഷ്ണവാണ്, നമ്മുടെ റെയിൽവേ മന്ത്രിയായിരുന്നു. അദ്ദേഹം അന്ന് നാട്ടിലെ കൃത്യമായിട്ട് നമ്മുടെ നിലപാടുകളൊക്കെ അന്ന് അവിടെ വ്യക്തമാക്കിയതാണ്. അവിടെ വെച്ചിട്ടൊരു ഫസ്റ്റ് റൗണ്ട് ചർച്ച അവിടെ നടന്നിരുന്നു, ദാവോസിൽ വെച്ചിട്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ പങ്കെടുത്തു. നമ്മുടെ ട്രംപും അവിടെ പങ്കെടുത്ത കൂട്ടത്തിലുള്ള ആളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായി ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടാൻ ഇങ്ങനെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് 10% ഞാൻ താരിഫ് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തുന്നു എന്ന് ദാവോസിൽ പ്രഖ്യാപിച്ചു. മനസ്സിലായില്ലേ? അപ്പം നേരത്തെ തന്നെ ഈ പറഞ്ഞതുപോലുള്ള വലിയ താരിഫൊന്നും ഇല്ലാതെ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരുന്നതാണ്. അത് പറഞ്ഞ് ഞാൻ 10% നമുക്ക് ടാക്സ് തീരുമാനിക്കുന്നത്. അത് അവരെ ചൊടിപ്പിച്ചു, യൂറോപ്യൻ യൂണിയൻ ചൊടിപ്പിച്ചു. അവർ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകൾ പലതും പുനഃപരിശോധിക്കേണ്ടി വരും, നിങ്ങളുമായി നമുക്ക് ട്രേഡ് വേണോ നമുക്ക് തീരുമാനിക്കേണ്ടി വരും എന്ന് അതിന് മറുപടിയായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ 10% ഏർപ്പെടുത്തിയ തീരുവ പിൻവലിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ കാരണം എന്താ? ഇന്ത്യയുമായി ചേർന്നു. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. അമേരിക്ക ഇതുവരെ ഈ പറഞ്ഞതുപോലെ സമ്മർദ്ദത്തിൽ കൂടി അല്ലെങ്കിൽ ഭീഷണിയിൽ കൂടി രാജ്യത്തെ ഇന്ത്യയെ അദ്ദേഹത്തിൻ്റെ വരുതിക്ക് വരുത്താം എന്ന് കരുതി നിർത്താണ് ഇന്ന് വലിയ തോതിലുള്ള ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് അമേരിക്കയെ താങ്ങാവുന്നതിനപ്പുറമാണ്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അദ്ദേഹം ഇതിനോട് ഈ പറഞ്ഞതുപോലെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ 10% താരിഫ് അദ്ദേഹം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. പുതിയ രാജ്യങ്ങളുടെ മാർക്കറ്റുകൾ തുറന്നു കിട്ടുന്നത് ഒരു ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണോ, നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമായി നമുക്ക് അതിനെ കാണാൻ കഴിയുമല്ലോ? നയതന്ത്രത്തിന്റെ മാത്രം വിജയമല്ല, നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ വിജയം കൂടിയാണ്. 2047 ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയാക്കി രാജ്യത്തെ വളർത്തുക എന്നുള്ള വലിയ ലക്ഷ്യമായിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളല്ല, അദ്ദേഹത്തിന്റെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളല്ല അതിന് സഹായകരമായിട്ടുള്ളതായിരിക്കും. ഒരിക്കലും അതിനെ പാരവയ്ക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ പോലുള്ള രാജ്യവുമായിട്ട് സംഘടനയുമായിട്ട് ഒരു ട്രേഡ് അഗ്രിമെന്റിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് വസ്ത്രം, അതുപോലെ തന്നെ ലെതർ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ഈ രത്നങ്ങൾ, ഇങ്ങനെയുള്ള സംഭവത്തിന് വലിയ മാർക്കറ്റ് അവിടെ കിട്ടും. നമുക്ക് നമ്മുടെ അമേരിക്കയുമായി താരിഫ് വന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം നേരിട്ടത് ജ്വല്ലറിയിലും അതുപോലെ തന്നെ വസ്ത്ര മേഖലയിലുമാണ്. അത് ഇപ്പോൾ ഈ യൂറോപ്യൻ ട്രേഡിൽ കൂടി അത് ഈ FTA കൂടി അത് പരിഹരിക്കപ്പെടും. അപ്പോൾ നമ്മുടെ നിലവിലുള്ള യൂറോപ്യൻ യൂണിയനിലെ നമ്മുടെ വ്യാപാരം ഏതാണ്ട് ഇരട്ടിയാവും
എന്നാണ്, ഏതാണ്ട് 20 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ വ്യാപാര ബന്ധം വളരും എന്നാണ് ഏതാണ്ട് ഒരു കണക്കൂട്ടൽ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യം അനുദിനം വളർച്ചയിലേക്കാണ് പോകുന്നത്. മറ്റ് ലോകരാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാനായിട്ട് ഈ കാലഘട്ടത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ രണ്ട് നേതാക്കളും ഉർസുലയും ഈ പറഞ്ഞ കോസ്റ്റയും ഇന്ത്യയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇന്നത്തോടെ അവരുടെ ചർച്ചകൾ തീർന്നതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ന് സൈൻ ചെയ്ത ഈ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക. അത് വരുന്നതോടുകൂടി ഇപ്പോൾ നമ്മുടെ വ്യാപാര രംഗത്തുള്ള ഒരു ചെറിയൊരു ഒരു മങ്ങലിന് വലിയ കുറവുണ്ടാവുമെന്നും ഭാവിയിൽ വലിയ തോതിലുള്ള ഈ കയറ്റുമതി ഇന്ത്യയിൽ നിന്നും അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും ഉണ്ടാവുമെന്നും രാജ്യങ്ങളുമായിട്ടുള്ള യൂറോപ്യൻ യൂണിയനിൽ ഭാരതമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മമായി മാറുകയും ചെയ്യും. പല രാജ്യത്തിന് അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഇനി ഭീഷണി കൊണ്ട് ഇന്ത്യയെ വരുതിക്ക് വരുത്താൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പും കൂടിയാണ് ഈ സംഭവം.